വെൽക്കം ബാക്ക് ടു HRK ഗെയിമാണ്. ഇന്ന് കളിക്കാൻ പുതിയൊരു ഗെയിമാണ് ഗൈസ്. അപ്പോ ഒരു ഹൊറർ ഗെയിം ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുറച്ച് കാര്യം മൾട്ടിപ്ലെയർ ഹൊറർ കളിച്ചിട്ട് നമ്മളപ്പോൾ ഉള്ളത് റിയൽ എസ്കേ എന്നാൽ നമ്മുടെ ആലന്മാരൊക്കെ എന്താണ് ഉള്ളത് എനിക്ക് എന്തോ വീണ്ടും ഒരു ദിവസം കിട്ടിയാണ് എന്തോ ഒരു പേപ്പർ അപ്പോ സൈൻ പേടിയുണ്ടോ? പിന്നെ പാമ്പിനെ നാളെ കണ്ടാരെ പേടിച്ചു കൊണ്ടാ പ്രായത്തിനെ പിടിക്കാൻ നിൽക്കണത്. ഇപ്പൊ ഒരു പാമ്പ് എന്ന് പറഞ്ഞാൽ അവന് ഓടും. നിലവിളിച്ച് മരിക്കാതിരിക്കുക. ഇയാളെ മനപോലെ തുറക്കാൻ പറ്റില്ല. ആ ടോർച്ചിലല്ലേ ഇത്ര വിളിച്ചോ? ഇവിടെ കുറെ ബുക്കൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റുന്നില്ല. പ്രേത എവിടെ എവിടെ നീ എവിടെ? കുപ്പിപ്പാട്ട കെട്ടി എന്താ ചെയ്യാ? ഓ അറിയാൻ പറ്റും. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പഠിക്കണം. ആ ഞാൻ എത്ര പ്രായങ്ങളെ പോകുന്നുണ്ട്. എന്റെ കഴിഞ്ഞ കാലം നിങ്ങൾക്ക് അറിയില്ല അല്ലേ? എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. കഴിഞ്ഞ കാലം കാണാൻ ഇപ്പോൾ തന്നെ എന്റെ ചാനലിൽ കയറി ഇവിടെ വാഷ് ബേസിനൊക്കെ ഉണ്ട്. നമുക്ക് കൈ കഴുകാനിരിക്കും. പ്രായത്തിന് വന്നതുകൊണ്ട് ചോരകളയുണ്ടല്ലേ. അപ്പൊ ഇത് ഏതൊരു അടങ്ങിയ ആശുപത്രിയാണ്. ഇത് ആശുപത്രി എന്തിനൊന്നും ആർക്ക് വേണ്ടി വന്നു ചില്ലറ കടിയാണ് നമുക്ക്. ആ ഇവിടെയാണല്ലോ കീ കാർഡ് ഉണ്ട്. ഇവിടെ പ്രാർത്ഥനയാണ്ടേ തുറന്നു. ഞാൻ തോക്കണ്ടടാ. ഇതാണ് ആ പ്രായത്തിണ്ടായ ഭാഗം. അവിടെ നിൽക്കട്ടെ. ഞാൻ നീ പ്രായത്തെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഇപ്പോൾ വരാം. ആ അവനവിടെ ഛർദിക്കുന്നുണ്ട്. വേഗം വാ. എന്താടാ എന്താടാ നീ ചത്താ? അയ്യ മണ്ണ പോയി ചത്തതുകൊണ്ട് ഇത്ര പൊട്ടം ചത്തടാ പൊട്ട. മണ്ടായി. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എന്തിനാണ് ഈ പണിക്ക് വന്നത് മണ്ടൻ? ഡീസോണായാ തുറക്കാൻ പറ്റില്ലേ? പോയി പെട്ടുപോയടാ. റൂമിൽ പെട്ടുപോയി ലിറ്ററലി. ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. എന്ത് അവരാതോടാ. റൂമിലെ പെട്ടു. ആ ഇവിടെ ഉണ്ടാ നീ. ഉറിയവൻ എന്തിനാണോ എന്നാണ് പിടിച്ചത്? ആ ആ ആ അരവരുണ്ട് അരവരുണ്ട്. ചേട്ടൻ ചാടി വരുന്നുണ്ട്. ചേട്ടൻ ചാടി വരുന്നുണ്ട്. ഒളിച്ചോ ഒളിച്ചോ ഒളിച്ചോ. റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട്. അയ്യോ ഓ മറ്റവന് കാലും കയ്യൂല്ല. ഇവൻ ചാടിയിട്ടാണ് വരുന്നത്. ക്യാമറ നോക്കാൻ പറ്റില്ലേ? അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഞാൻ തിരിച്ചു ഞാൻ പുറത്ത് പോയി നോക്കി.
വീട്ടിൽ പോടാ. പെട്ടെന്ന് എടാ നമ്മ ഇറങ്ങിയാലോ അമ്മ എന്തിനാണ് ഇവിടെ വരുന്നത് പട്ടി. ഈ തെണ്ടി ആരെ ഇവിടെ ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നേ. പിടിച്ചു മാറ്റവനെ. ഇപ്പൊ മാറ്റി തരാം. അവിടത്തെ റിസ്ക്കാണ്. പോണ്ടട്ടാ. ധൈര്യമുള്ളവര് മാത്രം എന്റെ പിന്നാലെ ഓടിക്കോ 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 ഓടിക്കോ. അണ്ണാ അണ്ണാ വന്നില്ലേ മണ്ണ? ഞാൻ വന്നില്ലടാ. എടാ മണ്ടെന്ന് കേട്ടാ ധൈര്യം. നമ്മളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഗെയിമേഴ്സ് അല്ലേ, അപ്പൊ അതിന്റെ ധൈര്യം കാണിച്ചു കൊടുക്കാം. ഈ ഒരു മുട്ടപ്രദത്തിന് വേണ്ടി നമ്മൾ പേടിക്കണം. അല്ലാതെ പുൽച്ചാടി എന്തോളൂ, പുൽച്ചാടി ചാടി ഇറക്കി. നീ വേഗം അവിടെ നിന്ന് അറിയട്ടല്ലേ സ്ഥലത്ത് നിന്ന് തപ്പാൻ നോക്ക്. നമുക്ക് രക്ഷപ്പെടണ്ടേ. നന്ദിയുണ്ടേ. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. സാധനങ്ങളൊന്നും എടുക്കാം. യൂട്യൂബ് എടുത്ത് ഞാനേ സാധനങ്ങളൊക്കെ എടുത്ത് റൂമിൽ തിരിഞ്ഞു വരുമ്പോ ഞാൻ പെട്ടെന്നൊരു സാധനം അത് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ. നീ അതൊരു ഈ സാധനം കേട്ടാ ശബ്ദം. எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ. ഈ ടോർച്ചിന് ചാർജ് ഉണ്ടല്ലേ? ഈ ലൈഫ് ഉണ്ട്. ഞാൻ 2 പ്രാവശ്യം എത്താം. ആ ചേട്ടേ നീ 2 പ്രാവശ്യം എത്താം. തോക്കായിരുന്നാ? ഇത് തോക്കായിരുന്നാ? തോക്ക് കിട്ടി എനിക്ക്. ഡൈറ്റും കൂടി ഇനിയുണ്ട് അവിടെ. ഓടാ എന്റെ മോനെ. നീ കുറച്ചങ്ങോട്ട് മാറിക്കിട്ട. ഞാൻ കുറച്ചു നേരം നീ എന്റെ ഷോ. ഇനിയാണ് എന്റെ ഷോ. എവിടാ 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 എടാ ആ തവളനെ അല്ല പുൽച്ചാടിയിലേക്ക് കിട്ടിയാ മതി. തൂക്ക് പൊട്ടുന്നില്ല. പൊട്ടില്ലടാ. ഓക്കെ ഓക്കെ തോക്ക് അതെ മൂക്കും കുത്തി വീണ. മൂക്കും കുത്തി കുനിങ്ങിരിക്കണം. നീ കുനിങ്ങിരിക്കും. നിന്റെ കാല് പിടിക്കണത്. ആരും കാലൊന്നും പിടിക്കല. ഞാൻ അനുഗ്രഹിച്ചു. അതെ അവൻ എന്റെ കാലം പിടിച്ചു. നീ അല്ല നിന്നെ ഞാൻ ശപിച്ചു. അനുഗ്രഹിക്കൂലേ? നായ കറക്റ്റ് നായ. ഇങ്ങോട്ട് പോയ അങ്ങനെ ഇരിക്കുവോ? ചാവില്ല. ഗ്രാനിയുടെ പോലെ അങ്ങനെ ഇരിക്കും. നീ എങ്ങോട്ട് പോണു? ഞാനേ വരാം. എല്ലാരും വിളിച്ചു. പുൽച്ചാടിന്റെ ഫ്രണ്ടില് എടാ നീ അതിലെ കണ്ടിട്ടാ പോയത്. പോയത് പൊട്ടില്ല. തോക്ക് പൊട്ടില്ലടാ. ചേട്ടാ നമ്മളൊരു കൂടെ നോക്കിയില്ലടാ. നീ ഞാൻ എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ ചതിച്ചു. പിന്നെ കുത്തിരി തോക്കുണ്ടായിരുന്നു. എന്നാലും എന്നോട് പറയാ. മറക്കില്ലടാ. മറക്കില്ല. എല്ലാവരും ചേർന്ന് ശരിക്കും വാരി തന്നെ മറക്കില്ല. ഒന്നും മറക്കണ സ്വഭാവക്കാരനല്ല രാജേന്ദ്രനാഥ്. ഓർത്തോ? അതുകൊണ്ട് ഇന്നെ എന്നോട് പറയണ അവനെ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ദൂരത്ത് പോയിട്ട് പറയാണ് എടാ പിടിച്ചാടി വരുന്നുണ്ടല്ലേടാ നിന്റെ വീട്ടിരിക്കുന്നു റൂമിൽ. പിന്നെ വന്ന ശേഷം എന്തോ ശ്വാസം തളർന്നു നോക്കുമ്പോ ചാടി എന്റെ നിന്നെ ചതിച്ച്
അവരിക്കറിയത് പോടാ കൂടെ നോക്കിയത് പോരാ. പിന്നെ നല്ല ഞാൻ കമന്റ് ഞാൻ കണ്ടിട്ടാണ് പോയത്. കമന്റ് ഞാൻ കമന്റ് ബോക്സ് ഓൺ ചെയ്തത്. ഇത്ര നേരം ഞാൻ സ്കാനാന്ന് വിളിച്ചിട്ട് അണ്ണാന്ന് വിളിച്ച നാവോട്ടും എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് കേട്ടോ. വിളിച്ചതാണ് അണ്ണ അണ്ണ അണ്ണാന്ന് പറഞ്ഞ എത്ര വിദ്യാലയത്തരാ. അയ്യോ തവള, അയ്യോ നാലുകാലൻ, അയ്യോ തവള വീട് പെട്ടടാ. താനൂർ ചക്കതിനെ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയി കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവില ചക്ക കായ്ക്കും. മാവില ചക്ക തിന്നാൻ പാടുണ്ടെന്ന് മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ നാട്ടുകാരല്ല. അപ്പോൾ ഇങ്ങോട്ട് പോന്നു. ഞാൻ പുൽച്ചാടിയുടെ നാൽക്കാലിയുടെ പെട്ടടാ. ഏയ് ഞാൻ എന്ത് ചെയ്യൂടാ, ഞാൻ എന്ത് ചെയ്യും? പുൽച്ചാടി ചെയ്യില്ലാന്നുണ്ട് അവങ്ങോട്ട് വരും. ഇതേ വന്ന് പുൽച്ചാടി പാടി നമ്മളെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 25. നെക്സ്റ്റ് ഏത് ഗെയിം കളിക്കണമെന്ന് പറയാം. അയ്യോ കിട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടല്ല. പെട്ടെന്ന് സ്പോൺ ആയിരുന്നു. അതിനൊരു വളവ് തിരിയുമ്പോ കിടക്കാണല്ലേ. ഇവൻ കള്ളനാണ്. ഇവന്റെ തന്ത പെരും കള്ളനാണ്. അവൻ കള്ളനാടാ. അവനെ ഒളിച്ചിരുന്ന് പിടിക്കും. അവൻ കള്ളനുണ്ട് കള്ളൻ. എന്താണ്? എനിക്ക് ഒരു ചെറിഞ്ഞ ഓടി കിട്ടി. എടാ ഈ തോക്കാണ്. അയ്യോ പുൽച്ചാടി ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി, പുൽച്ചാടി 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 നിന്നെ പോലൊരു പുൽച്ചാടി. പുൽച്ചാടി ഞാനൊന്നും എനിക്ക് തോന്നില്ല. പെട്ടാലേ പുൽച്ചാടി ഞാൻ പറ്റുമല്ല. നിന്നോട് കണ്ടി വരുന്നുണ്ടാ വരുന്നുണ്ടോ? ആടാ അത് അവന്മാര് കണ്ട അവന്മാര് മണത്ത് പോവും. അതിന്നൊരു വെള്ളം പോലെ ചീറ്റില്ല പണ്ടാരുടെ കൈ. നമ്മൾ രണ്ടാളും ഒരുമിച്ച് പരിശ്രമിക്കണം. അത് ചെയ്യണം. ഏത് പരിശ്രമിക്കണം. ഇത് പരിശ്രമിക്കണം. ഞാനാരുടെ ജാൻമുനിയാ. അയ്യോ 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 എന്റെ പേരുണ്ടാ എവിടെ വരുന്നില്ല. ശബ്ദം കേട്ടല്ലേ? ഓട മണ്ട ശബ്ദം ഈ മണ്ടല്ലേ അവിടുന്ന് വരുന്നുണ്ട് തവള. ഇവനെ പേടിക്കണ്ട. ഇവനെ ഡാഡി പാഴ നിന്നെ കാലിക്ക് പോയിട്ട് മോട്ടർ ഇവിടെ നിന്നിട്ട് കാര്യമില്ലടാ. പോകണം, നമുക്ക് പോകണം. എല്ലാ സ്ഥലത്തും പോയി വാഹനത്തിനൊന്നും പേടിക്കാതെ എല്ലാ സ്ഥലത്തും പോയി ചുറ്റിക്കണം. ഒന്ന് പോടാ നിന്നെ കാറ്റ് പോയി. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. എനിക്ക് ടോർച്ചുണ്ടെങ്കിൽ പറയുന്നതാ. എന്താടാ നോക്കുന്നേ? എറണാകുളത്തുനിന്ന് കോഴിക്കോട് ഇത്രയും പെട്ടെന്ന് ഞാൻ എങ്ങനെ എത്തിയെന്നാണ് ആലോചിക്കുന്നത്. MG റോഡിന്ന് എയർപോർട്ടിലേക്ക് 3 മിനിറ്റ്, എറണാകുളം എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിൽ 5 മിനിറ്റ്, കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ജീപ്പിൽ ഇങ്ങോട്ട് എത്താൻ വെറും 2 മിനിറ്റ്. ആകെ മൊത്തം 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇവിടെ എത്തിയത് കണ്ടോ? കൂടെ നോക്കിയടാ കള്ള. രണ്ടാമത്തെ പ്രാവശ്യം കട്ടപ്പനെ പിന്നെ നൂറ്റിയത്.